നമുക്ക് പെരുന്നാളിന് നൈനിറ്റാളിൽ പോകാം എന്നാരോ പറഞ്ഞു. അതിനർത്ഥം റോഡ് ഉപരോധം എന്നായിരുന്നു. ചാന്ദ്രാത് അഥവാ മാസപ്പിറവി രാത്രി എന്ന് മറ്റൊരാൾ പറഞ്ഞു. അതിനർത്ഥം റോഡ് ഉപരോധത്തിന് തൊട്ടു മുമ്പുള്ള രാത്രി എന്നായിരുന്നു. അതെ, ഡൽഹി കലാപത്തിലെ രഹസ്യ കോഡുകളായിരുന്നു ഇവ. ബുദ്ധിജീവികളും സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥി നേതാക്കളും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു. ഇവരെയാണ് ഇന്ന് നമ്മൾ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നത്. ഈ അർബൻ നക്സലുകളുടെ ശൃംഖല മത തീവ്രവാദികളുമായി ചേർന്ന് രാജ്യ തലസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ കൃത്യമായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി. 2019 ഡിസംബർ മുതൽ ഈ ഗൂഢാലോചനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. CAA വിരുദ്ധതയെ ഒരു ആയുധമാക്കി മാറ്റി 2020 ഫെബ്രുവരി 24 രാത്രി മുതൽ ഡൽഹിയിലെ റോഡുകളെയും സർവകലാശാലകളെയും ലക്ഷ്യമിടാനായിരുന്നു നീക്കം. ഈ മുഴുവൻ മാതൃകയുടെയും കേന്ദ്രം തെക്ക് കിഴക്കൻ ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയും പരിസര പ്രദേശങ്ങളുമായിരുന്നു. ഇവിടെ ഏകദേശം 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്നു. ഇത് ആകെ ജനസംഖ്യയുടെ 19% വരും. ആർക്കു വേണ്ടിയാണോ CAA കൊണ്ടുവന്നത്, ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്ന ആ ആളുകളെയായിരുന്നു ലക്ഷ്യമിടേണ്ടിയിരുന്നത്. എന്നാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ പഠിക്കുന്ന ജിൻസി വിദ്യാർത്ഥികളാണ് ലക്ഷ്യമിടപ്പെട്ടത്. ഡൽഹി പോലീസിന്റെ കുറ്റപത്രവും അന്വേഷണവും അനുസരിച്ച് നിയമത്തിന്റെ യഥാർത്ഥ വ്യവസ്ഥകളിൽ അത്തരം കാര്യങ്ങളില്ലാതിരുന്നിട്ടും CAA തങ്ങളുടെ ഭാവിക്കും സ്വത്വത്തിനും പൗരത്വത്തിനും നേരിട്ടുള്ള ഭീഷണിയാണെന്ന് ഈ വിദ്യാർത്ഥികളെ വിശ്വസിപ്പിച്ചു. ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി അഥവാ JCC ഈ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ക്യാമ്പസിനുള്ളിലും പരിസരങ്ങളിലും JCC വഴി യോഗങ്ങൾ ചേരുകയും CAA NRCയുമായി ബന്ധിപ്പിച്ച് രേഖകളില്ലെങ്കിൽ പൗരത്വമില്ല എന്ന് അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം ജാമിയയുമായും JNUവുമായും ബന്ധപ്പെട്ട സജീവ പ്രവർത്തകർ വൈകാരികമായ പ്രസംഗങ്ങളിലൂടെ വിദ്യാർത്ഥികളെ മാനസികമായി സജ്ജരാക്കി. ഈ വ്യക്തികളിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരും, സ്ത്രീകളിൽ ഷിഫാഉർ റഹ്മാൻ, മീരാൻ ഹൈദർ, മുഹമ്മദ് സലീം ഖാൻ, ഗുൽഫിഷ ഫാത്തിമ എന്നിവരും ഉൾപ്പെടുന്നു. എങ്കിലും ഈ സ്ത്രീകളെ 2026 ജനുവരി 8 വിട്ടയച്ചു. ഡൽഹി പോലീസിന്റെ 17,500 പേജുള്ള കുറ്റപത്രത്തിൽ പിഞ്ചറ തോട്ട്സ്, വാരിയേഴ്സ്, ഹാർഡ്ലൈൻ ഹിന്ദുത്വ ഏകത തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ശൃംഖലയുടെ പങ്ക് വിശദീകരിക്കുന്നു. ഭരണഘടനയെ രക്ഷിക്കുക, ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ ഈ ഗ്രൂപ്പുകൾ ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കുകയും യുവാക്കളെ മുൻനിരയിൽ നിർത്തുകയും ചെയ്തു. ടെലിഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയും ഡിഫൻസ്, മെഡിക്കൽ, സപ്ലൈസ്, റോഡ് ബ്ലോക്ക് തുടങ്ങിയ രഹസ്യ കോഡുകൾ ഉപയോഗിക്കുകയും ചെയ്തു. എവിടെയൊക്കെ ആളുകളെ കൂട്ടണം, എവിടെയൊക്കെ റോഡ് തടയണം എന്ന് ഈ ഗ്രൂപ്പുകളാണ് തീരുമാനിച്ചത്. കുറ്റപത്രപ്രകാരം വിദ്യാർത്ഥികളെ മനഃപൂർവ്വം പ്രക്ഷോഭത്തിന്റെ മുഖമാക്കി മാറ്റി. പോലീസ് നടപടിയുണ്ടായാൽ അതിന്റെ വീഡിയോകളും ഫോട്ടോകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കാനായിരുന്നു ഇത്. ആ ദിവസങ്ങളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താനും സ്റ്റുഡൻസ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന ആഖ്യാനം കെട്ടിപ്പടുക്കാനും ഇതിലൂടെ ലക്ഷ്യമിട്ടു. അർബൻ നക്സലുകളുടെ തന്ത്രം വ്യക്തമായിരുന്നു. തങ്ങൾ നേരിട്ട് മുന്നിൽ വരാതെ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും സിവിൽ സൊസൈറ്റിയെയും മുൻനിരയിലേക്ക് തള്ളിവിടുക, അവർക്ക് ഫണ്ട് നൽകുക എന്നതായിരുന്നു ഈ ഗൂഢാലോചനയുടെ നട്ടെല്ല്. അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്ന് ഫണ്ട് ലഭിച്ചതായി അന്വേഷണത്തിൽ ഡൽഹി പോലീസ് കണ്ടെത്തി. 2020 ഏപ്രിൽ 1 സ്പെഷ്യൽ സെൽ ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി അംഗം മീരാൻ ഹൈദറിനെ അറസ്റ്റ് ചെയ്യുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകളെ പരാമർശിക്കുന്ന ഒരു രജിസ്റ്റർ കണ്ടെത്തുകയും ചെയ്തു. കല്ലുകൾ, പെട്രോൾ ബോംബുകൾ, ആയുധങ്ങൾ എന്നിവ ശേഖരിക്കാനും കലാപകാരികൾക്ക് പണം നൽകാനും ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യാനും ഈ പണം ഉപയോഗിച്ചു. കലാപത്തിന് തൊട്ടുമുമ്പ് ജാമിയയുമായും പരിസര പ്രദേശങ്ങളുമായും ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകളിലേക്ക് വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇത് അക്രമത്തിനുള്ള തയ്യാറെടുപ്പുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഫെബ്രുവരി 23 ജാഫ്രാബാദിൽ ആരംഭിച്ച അക്രമം അടുത്ത 3 ദിവസത്തിനുള്ളിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ഉടനീളം വ്യാപിച്ചു. പോലീസ്, സ്കൂളുകൾ, വിപണികൾ, ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങൾ എന്നിവ പ്രത്യേകം ലക്ഷ്യമിട്ടു. അർബൻ നക്സൽ ചിന്താഗതിയും വിദേശ ഫണ്ടിങ്ങും ഡിജിറ്റൽ ഏകോപനവും സർവകലാശാലകളിൽ സജ്ജമാക്കിയ ജനക്കൂട്ടവും ഒത്തുചേരുമ്പോൾ അത് വെറുമൊരു കലാപമല്ല, മറിച്ച് ആസൂത്രിതമായ ആക്രമണമായി മാറുന്നുവെന്ന് 2020 ഡൽഹി കലാപം തെളിയിക്കുന്നു. ഇതൊരു അക്രമം മാത്രമായിരുന്നില്ല, ഇതൊരു തന്ത്രപരമായ പരീക്ഷണമായിരുന്നു. നിരപരാധികളായ മനുഷ്യർ അതിന്റെ വില നൽകേണ്ടി വന്നു.